ഓരോ യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഫുഡ് ഇതിന്റെ റൈസ് നോക്കിയും വേറെ കളറാണ്. ആറ്റ ഡ്രസ് മാറ്റി അവിടുന്ന് വാങ്ങിയത് അവിടുന്ന് ഒന്നെടുത്തിട്ട്. ഹലോ എവ്രി വൺ, ഞാനിപ്പോൾ ഉള്ളത് വേറൊരു രാജ്യത്തിലെ എയർപോർട്ടിന് ഉള്ളിലാണ്. ഏതാണ് ആ രാജ്യം? മലേഷ്യ. മലേഷ്യയിലെ കോലാലംപൂറിൻ്റെ എയർപോർട്ടിൻ്റെ അകത്തു നിന്നാണ് ഞാനീ സംസാരിക്കുന്നത്. ഞാനിപ്പോൾ അറിഞ്ഞതേ ഉള്ളൂ. കംബോഡിയയിൽ നിന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് കയറി ഇവിടെ 6:45 എത്തി. ഇപ്പോൾ എമിഗ്രേഷൻ അങ്ങനത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി 2 ദിവസം നമ്മൾ കോലാലംപൂർ തകർത്ത് സൺഡേ മോർണിംഗ് ആണ് തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാം. അപ്പോൾ ഇനി ഉള്ളതെല്ലാം കോലാലംപൂർ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗൈൻ. അപ്പോൾ മലേഷ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻസിന് വിസ വേണ്ട. വിസ ഇല്ലാണ്ട് നമുക്ക് ഇവിടെ വരാം. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ട വേറൊരു സാധനം എന്ന് വെച്ചാൽ അറൈവൽ കാർഡ് വേണം. അപ്പോൾ ഈ മലേഷ്യൻ്റെ അറൈവൽ കാർഡ് നമ്മൾ ഓൺലൈൻ സൈറ്റിൽ നിന്ന് നമ്മൾ എടുക്കണം. അത് പക്ഷേ നമ്മൾ എപ്പോഴാണോ മലേഷ്യയിൽ വരാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 3 ദിവസം മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു മലേഷ്യൻ കാർഡ്, മലേഷ്യയിൽ അറൈവൽ കാർഡാണ്. സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ നമ്മളതിൽ പെർ ഡേ $50 എങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാലിബർ നമുക്കുണ്ടെന്ന് കാണിക്കണം. അതായത് നമ്മുടെ കയ്യിൽ $50 ഉണ്ടാകും. അപ്പോൾ നമ്മൾ നോക്കുന്നത് 2 ദിവസമല്ലേ, അപ്പോൾ 2 ദിവസം വരുമ്പോൾ $100. അത് നമ്മളിവിടെ ഒരു പ്രൂവ് ചെയ്യണം, കാണിക്കണം. പെർ പേഴ്സൺ ആട്ടോ. രണ്ടാകുമ്പോൾ $200 നമ്മുടെ കയ്യിലുണ്ടെന്ന് നമ്മളിവിടെ കാണിക്കണം. അതുകൂടാണ്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ മലേഷ്യൻ അറൈവൽ കാർഡും വേണം. ഈ 2 സംഗതിയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വിസ ആവശ്യം. സിമ്മ് നമുക്ക് അകത്തുനിന്ന് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് വന്നിട്ട് പുറത്ത് നോക്കിയപ്പോൾ എടായി അലാട്ടിട്ടല മുണി കാസി ഇങ്ങനെ തന്നെയാന്ന് പറയുന്നത്. അതിൻ്റെ അകത്തേക്ക് അച്ചു പോയിട്ടുണ്ട് സിമ്മ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. സിമ്മ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ എടുക്കും, ഇല്ലെങ്കിൽ ആസ് യൂഷ്വൽ പുറത്തുനിന്ന് എടുക്കും. തിരക്കൊന്നുമില്ല വലിയ. സിമ്മ് കിട്ടിയിട്ട് അത്ര വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മാക്സിമം നമ്മളിത് എടുക്കാറില്ല. ചെക്ക് ഇൻ ബാഗേജ് ഒഴിവാക്കാറാണ്. കാരണം ആസ് പറഞ്ഞ പോലെ എങ്ങാനും എന്തെങ്കിലും അൽക്കുലത്തായിട്ട് നമുക്ക് സാധനം ഇങ്ങോട്ട് കിട്ടാണ്ടായാലോ അല്ലെങ്കിൽ ട്രിപ്പിൻ്റെ ആ ഒരു മൂഡ് പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എപ്പോഴും നമ്മൾ മിനിമൽ ആയിട്ട് എടുക്കാൻ നോക്കും. പിന്നെ നമുക്ക് ഇവിടെ നാട്ടിലേക്ക് 10 kg എക്സ്ട്രാ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. മീൻസ് നമുക്ക് എക്സ്ട്രാ പേ ചെയ്യാണ്ട് തന്നെ 10 kg ചെക്ക് ഇൻ ബാഗേജ് നാട്ടിലേക്ക് എടുക്കാം. അപ്പോൾ നാട്ടിലിപ്പോൾ കുറച്ച് വൈദ്യുതിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സ്ഥലം കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ നല്ല എന്തെങ്കിലും ഷോപ്പിംഗ് ഓപ്ഷൻസ് കണ്ടാൽ അഫോർഡബിൾ റേറ്റിൽ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല റേറ്റിൽ നല്ല സാധനം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ കുറച്ച് ഷോപ്പ് ചെയ്യും. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ കംബോഡിയയിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിയിട്ട് ബാഗ് മാക്സിമം നിറഞ്ഞിട്ടുള്ള, പിന്നെ ഒരു സാധനം അതിൽ വെക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പെട്ടിയോ എന്തെങ്കിലും ബാഗോ എന്തെങ്കിലും എക്സ്ട്രാ വാങ്ങേണ്ടി വരും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ ഷോപ്പിങ്ങിന്, ഇവിടുത്തെ പ്രൈസ് എല്ലാം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആള് പോയിട്ട് കുറച്ച് സമയം ആയല്ലോ, നോക്കട്ടെ. നമുക്കിനി കുറച്ച് ഇരുന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ പറഞ്ഞ പോലെ കംബോഡിയ നല്ല സ്ഥലമാണ്, മസ്റ്റ് വെച്ചിട്ട് ഞാൻ പറയില്ല, പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോൾ തായ്ലൻഡ് പോലെ അത്ര അടിച്ചുപൊളി സെറ്റപ്പല്ല. ടെമ്പിൾസ്, പിന്നെ കുറേ ചരിത്രപരമായ കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാം കേൾക്കാനും അറിയാനും താല്പര്യമുള്ളവർക്ക് എന്തായാലും വരാൻ പറ്റിയ സ്ഥലമാണ്. ഞാൻ ഒന്ന് മൈക്ക് ഇതായിട്ടുണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ നേരത്തെ പോലെ പ്ലിങ് ആവും. നേരെ ഉണ്ടെന്ന് തോന്നുന്നു, ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, എവിടെ പോവുകയാണെങ്കിലും ഏത് നാട്ടിൽ പോവുകയാണെങ്കിലും ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് യാത്രകൾ നമുക്ക് തരുന്ന എക്സ്പീരിയൻസ് ഭയങ്കര വലുത്. ഞാനിങ്ങനെ ഭയങ്കര യാത്ര ചെയ്യണമെന്നോ അങ്ങനെയുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ആളല്ല ആദർശിൻ്റെ അത്ര. പക്ഷേ എനിക്ക് ഇഷ്ടമാണ്, പോകുന്നത് ഇഷ്ടമാണ്, പുതിയ സ്ഥലങ്ങൾ കാണുന്നതും കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനിങ്ങനെ ഭയങ്കര എൻത്യൂസിയാസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഓരോ യാത്ര ഇങ്ങനെ പോകുമ്പോഴും നമുക്കിങ്ങനെ കുറേ കഴിയുമ്പം ഇങ്ങനെ ആ സ്ഥലങ്ങളും അവിടെ പോയി ഫുഡ് കഴിച്ചതും അവിടെ ആൾക്കാരെ മീറ്റ് ചെയ്തതും എല്ലാം മിസ് ചെയ്യും ഇടയ്ക്ക്. അപ്പോൾ പറ്റുന്നത്ര എല്ലാവരും യാത്ര ചെയ്യാൻ ശ്രമിക്കുക. വർഷത്തിലൊരിക്കലെങ്കിലും എവിടെയെങ്കിലും പോകാൻ നോക്കുക. അതിങ്ങനെ ആദ്യമായിട്ട് അങ്ങനെയല്ല, പൈസ ഒക്കെ കൂട്ടി വെച്ച് ഇങ്ങോട്ട് സ്ഥലം വിചാരിച്ചിട്ട് അടുത്തേക്ക് കൊണ്ടുവന്ന പൈസ അല്ലെങ്കിൽ ഒരു
പൈസ കൂട്ടി വെച്ചിട്ടുള്ള പൈസ കൊണ്ട് പോകും. ഞാനിങ്ങനെ ഉപദേശിക്കാൻ ഞാനാരുമല്ല, സന്തോഷ് കുളങ്ങരനെ പോലെ അങ്ങനെ പറഞ്ഞു തരാൻ ഞാനാരുമല്ല. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത്, വർഷത്തിലൊരിക്കൽ നമ്മൾ വെക്കേഷൻ പോകുന്നത് നല്ലതാണ്. നമുക്കൊരു റിഫ്രഷ്മെൻറ്റും ആണ്, പുതിയ ആൾക്കാരൊക്കെ കാണുന്നൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ ഇന്നത്തേക്കുള്ള ഉപദേശത്തിലേ ഉള്ളൂ. ഇനി 2 ദിവസം കോലാലംപൂരിലായിരിക്കും. റൂമൊക്കെ സെറ്റാണ്. മെട്രോ പിടിച്ച് 1 hour ജേർണി ഉണ്ട്. ഇപ്പോൾ മെട്രോ സിറ്റിയുടെ ഉള്ളിൽ പോകുമ്പോൾ നല്ല സിറ്റിയൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കോലാലംപൂർ നമ്മൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എവിടെയെല്ലാം പോകുന്നതെന്നോ. ഇനി വേണം നോക്കാൻ. 2 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി വേണം നോക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അങ്ങനെ കഥ. എന്നിട്ട് സൺഡേ രാവിലെ ഫ്ലൈറ്റ് പോയിട്ട് ഉച്ചയാകുമ്പോൾ ഒരു 11 മണിയെല്ലാം നമ്മൾ എത്തും. അപ്പോൾ അതാണ് പ്ലാൻ. മൺഡേ ജോലിക്ക് കയറണം. അത് നമ്മൾ അടുത്ത ട്രിപ്പിനുള്ള പൈസ ഉണ്ടാക്കണം. അങ്ങനെ കണ്ടാൽ മതി പോസിറ്റീവായിട്ട്. യെസ്, അതാണ് കാര്യങ്ങൾ. ഒരു മിനിറ്റ്, ഈ സിമ്മ് നോക്കാൻ പോയ ആൾ ഫോണും മേടിച്ചിട്ട് വരുന്ന അവസ്ഥയാണോ? ഭയങ്കര തിരക്കാന്ന് തോന്നുന്നു. ഇറങ്ങിയിട്ട് നമ്മളെന്താ വെച്ചാൽ, ഞാൻ പറയായിരുന്നു എന്തുകൊണ്ടായിരുന്നു ഞങ്ങൾ കോലാലംപൂരിലേക്ക് ചൂസ് ചെയ്തത്. സംഭവം ഒന്ന്, നമുക്ക് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ചാർജ് കുറവാണ്. പിന്നെ നമുക്ക് കംബോഡിയയിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച എത്തുന്ന രീതിക്കുള്ള ഫ്ലൈറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച എത്തിയാൽ തിങ്കളാഴ്ച ഞാൻ ഓഫീസിൽ പോകുന്നതൊന്നും നടക്കൂല, ക്ഷീണമായിരിക്കും. അപ്പോൾ ഞായറാഴ്ച ഉച്ചക്ക് എത്തുന്ന ഒരു ഓപ്ഷൻ നമുക്ക് മലേഷ്യയിൽ നിന്നുള്ളപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചില്ല. പിന്നെ നമ്മളെ പാസ്പോർട്ടിൽ ഒരു രാജ്യം കൂടി ആവുമല്ലോ. അങ്ങനെ ഇപ്പം മലേഷ്യയിൽ ഇവിടെ എയർപോർട്ടിലൊക്കെ ഭയങ്കര തിരക്കാട്ടോ. മീൻസ് എനിക്കൊന്ന് ഇന്ത്യൻസ് എല്ലാം കുറേ പേര് വരുന്നുണ്ട്. ഞാൻ കുറേ ആളെ സ്റ്റോറി ഉണ്ട് ഇൻസ്റ്റയിൽ കോലാലംപൂരിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ. പിന്നെ ഇവിടുത്തെ ക്യാഷ് MYR, അതാണ് ഇവിടുത്തെ കറൻസിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ കറൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടുത്തെ 1 രൂപ നാട്ടിലെ 20 റുപ്യ. അങ്ങനെയാണ് എൻ്റെ ഒരു കണക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാഷ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കറൻസി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെക്കിംഗ് ബാഗേജ് അതെ ആദർശ് വന്നു. ബാക്കി വിശേഷം ഞാൻ പിന്നെ സമയം കിട്ടുമ്പോൾ പറയാം. വിശന്നാൽ ഒരാൾക്ക് നടത്തത്തിൻ്റെ സ്പീഡ് കൂടുന്നു ഞാനിപ്പോൾ അറിഞ്ഞത്. നേരത്തേക്ക് പായുന്നത് നമ്മൾ രണ്ടാളും ഒന്നിച്ച് വന്നു, അല്ല നീ ഒറ്റക്ക് വന്നതല്ല അല്ലപ്പാ. 10 കിലോന്റെ ബാഗ് കൊണ്ട് ഇതെല്ലാം എടുത്ത് ഓടണ്ടേ? നിന്നെ പോലെ ജിമ്മനല്ല ഞാൻ. നമ്മളിപ്പോൾ എങ്ങോട്ടേക്കാണ് സർ പോകുന്നത്? പറയൂ. ഒന്നും പറയാനില്ലേ? ആള് ക്യാമറയൊന്നും ഒഴിഞ്ഞായിരുന്നു. നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, പോക്ക് കണ്ടിട്ട്. ഓക്കെ, അപ്പം ഇനി ട്രെയിനിൽ കയറട്ടെ. ഇവിടെ H&M ഒക്കെ ഉണ്ടല്ലോ. നല്ല ക്യാഷ് ഉണ്ടാവുമായിരിക്കും. എയർപോർട്ടിൻ്റെ അകത്തുള്ള H&M അല്ലേ. അപ്പോൾ ഇനി നമ്മൾ മെട്രോയിൽ കയറട്ടെ. ബൈ. ഇതേ പോകുന്നൊരു മെട്രോ ജസ്റ്റ് മിസ്. പക്ഷെ സാറില്ല. ഇനിയിപ്പോൾ അടുത്ത മെട്രോ 8:10 8:15 ഉണ്ട്. നമുക്ക് അതിൽ കയറാം. നമ്മൾ ഫസ്റ്റ് പോകുന്ന മെട്രോ സ്റ്റേഷൻ KL സെൻട്രലാണ്. അവിടെ നിന്നിട്ട് നമുക്ക് വേറെ മാറിക്കയറാനുണ്ട്. നമ്മൾ കയറുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ആടുന്നാന്ന് തോന്നുന്നു ടിക്കറ്റ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെടുത്തൊന്നും കിട്ടൂല. അപ്പം നമ്മൾ മുകളിലേക്കൊന്ന് കയറി നോക്കട്ടെ. ഇത് വേറെ എന്തൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് പോകണ്ടേ? KJ 13. ഓക്കെ. ഇവിടെ എല്ലാം നോട്ടും അക്സെപ്റ്റ് ചെയ്യൂല. 1 രൂപേൻ്റെ പക്ഷെ 1ഉം 5ഉം. 1 മലേഷ്യൻ റിങ്കറ്റും 5 മലേഷ്യൻ റിങ്കറ്റും. ആ 2 കോയിൻസും നോട്ടും ബാക്കിയെല്ലാം കോയിൻസും. സിലാത്തോങ്കോ ബാലൻസ് 1 കിട്ടി. സോറി 2 കിട്ടി. എടുക്ക്, 2 ടിക്കറ്റ് അല്ലേ? ചില്ലറ എന്താ? ഈ നല്ലവനായ ആള് നമുക്ക് ഹെൽപ്പ് ചെയ്ത്. അപ്പം നമ്മൾ പോട്ടെ. ഇനി മെട്രോയിൽ കയറാം. ഇനി ഫോണും പിടിച്ച് തന്നാൽ ശരിയാവില്ല. അപ്പം ഞാൻ പോയി നെക്സ്റ്റ് മെട്രോയിൽ കയറട്ടെ. ആ കാണുന്ന ബിഗ് M ഹോട്ടലാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ. മെട്രോൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ എന്തൊരു മഴയാ നോക്ക്. ഈ മഴയത്ത് നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കടക്കണം. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി, ചെക്ക് ഇൻ ചെയ്തു.
ഇപ്പോൾ സമയം വൈകുന്നേരമായി, ചെക്കിൻ ടൈം 2 PM ആണ്. പക്ഷെ നമ്മൾ വൈകുന്നേരമാണല്ലോ എത്തിയത്. അപ്പോൾ ചെക്കിൻ ചെയ്തു. അപ്പോൾ നമ്മുടെ റൂം എന്ന് പറയുന്നത് മെട്രോയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ റൂം ചൂസ് ചെയ്ത് വെച്ചാൽ അത് തന്നെയാണ് റീസൺ. നമുക്ക് മെട്രോൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിലേക്ക് പോകാൻ എളുപ്പമാണ്. പിന്നെ വേറൊരു വെച്ചാൽ ഈ റൂമിന് ജനലില്ല. നമുക്ക് അതെന്താ വെച്ചാൽ നമ്മൾ കുറേ റിവ്യൂസ്, കുറേ ഹോട്ടൽസ് ഇങ്ങനെ നോക്കിയപ്പോൾ അതിന് റിവ്യൂസിൽ കണ്ടിന് ഈ ജനൽ ഉള്ളതുകൊണ്ട് മെട്രോൻ്റെ സൗണ്ട് കാരണം ഉറങ്ങാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരു സീന് പറയുന്നത് കേട്ടിന്. അതുകൊണ്ട് ഞങ്ങൾ ജനൽ ഇല്ലാത്ത റൂം ചൂസ് ചെയ്തത്. പിന്നീട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞങ്ങൾ 3 ദിവസം നിൽക്കുന്നത്. അപ്പോൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ രാവിലെ പോവും. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഈ 3 ദിവസമാണ് നമ്മൾ നിൽക്കുന്നത്. സൺഡേ നമ്മൾ തിരിച്ചു. അപ്പോൾ ഈ 3 ദിവസത്തേക്ക് കൂടിയിട്ട് ആയത് എത്രയാണെന്ന് വെച്ചു 5800 രൂപയാണ് ആയത്. റീസണബിൾ ആണ്. പിന്നെ വേറൊരു വെച്ചാൽ ഈ റൂമിൻ്റെ അടുത്ത് തന്നെ 24 hours വർക്ക് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. പിന്നെ കുറേ ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡെല്ലാം കഴിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഈ റൂം ചൂസ് ചെയ്തത്. അപ്പം നിങ്ങളും മലേഷ്യയിൽ വരികയാണെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ വേറൊന്ന് ഇവിടുന്ന് നല്ല സ്പോട്ട്സിലേക്ക്, അതായത് മലേഷ്യയിലെ മെയിൻ സ്പോട്ട്സിലേക്ക് പോകാൻ ഇവിടുന്ന് അടുത്തുമാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഞങ്ങൾ ഈ റൂം ചൂസ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ വരികയാണെന്ന് വെച്ചാൽ ഫ്രഷ് ആവണം. പുറത്ത് നല്ല മഴയാണ്. കുറച്ച് കഴിയുമ്പോൾ മഴ കുറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് സിറ്റിയിലൊന്ന് കറങ്ങാൻ പോകണം. പറ്റുമോയെന്ന് അറിയില്ല, അത്രയും നല്ല മഴയാണ്. എന്തായാലും ഫ്രഷ് ആവട്ടെ. ഞങ്ങൾ കുളിച്ചു, ഫ്രഷായി. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. മഴ കുറഞ്ഞിട്ടുണ്ട്. മഴ ഇല്ല, കുറഞ്ഞാൽ നേരത്തെ പെയ്ത മഴയുടെ വെള്ളമേ ഉള്ളൂ, കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഫുഡ് തട്ടിയിട്ട് നടത്താം അല്ലേ? മൈക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് അത്ര കേൾക്കുന്നു നോ ഐഡിയ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് എല്ലാം കാണുന്നുണ്ട്. നോക്കട്ടെ, ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇന്ത്യൻ തന്നെ ട്രൈ ചെയ്യാം. 10-10:30 ആയിക്കാം. ഓക്കെ, ഞാനൊരു സംഭവം കാണിച്ചു തരാം. അങ്ങനെ നടക്കുമായിരുന്നേ, അപ്പോഴാണ് ഇത് കണ്ടത്. കേട്ടോ, ഇതാണ് കേൾ ടവർ. മലേഷ്യയുടെ സ്വന്തം കേൾ ടവർ. അങ്ങ് ദൂരെ കാണുന്നതാണ് ട്വിൻ ടവർ. ഇത് നമ്മളെ ഹോട്ടലിന് അത്ര അടുത്താണ്. നാളെ നമുക്ക് അവിടെയൊക്കെ പോവാം. രാവിലെയും പോവാം, പകലും പോവാം, രാത്രിയും പോവാം, എല്ലാം പോവാം. അപ്പം ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. അടുത്ത മഴക്ക് മുന്നേ ഫുഡ് കഴിച്ചിട്ട്. ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഇൻ മലേഷ്യ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, ഫുൾ റെഡിയായി പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ ക്ലൈമറ്റ് കൊള്ളാട്ടോ, നല്ല വെയിലൊക്കെ ഉണ്ട്. അത് വെച്ച് ഇന്നത്തെ പോലെ മഴയായാലും എവിടെ പോകാൻ പറ്റൂലായിരിക്കും. പക്ഷെ വെയിലൊക്കെ ഉണ്ട്, മഴയൊന്നും ഇല്ലാത്ത സുന്ദരമായ ക്ലൈമറ്റ്. നല്ല അത് ഹാർഷ് വെയിലും എല്ലാം തോന്നുന്നു. പക്ഷെ ഇവിടെ മെട്രോ ലൈനെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാത്ത വെയിൽ എത്രത്തോളം ഇതുണ്ട്. നമ്മൾ ഫസ്റ്റ് വിചാരിക്കുന്നത് ഷോപ്പിങ്ങിന് പോവാണ്. ഇന്ന് ഷോപ്പിങ്ങിന് സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് വേറെ എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ വേറെയും പോവാം. അങ്ങനെ നമ്മളൊരു ലേസി ആയിട്ടുള്ളൊരു 2 ദിവസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. കാരണം നമ്മൾ മലേഷ്യ അങ്ങനെയാണ് വിചാരിച്ചത്. നമുക്ക് ഇവിടെ എത്തിയിട്ട് എന്താ ക്ലൈമറ്റ് ഒക്കെ നോക്കി എന്താ അതിനനുസരിച്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിൽ നടക്കാം. ഷോപ്പിംഗ് പ്ലേസിൽ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുമെങ്കിൽ ഞാൻ ഫുട്ടേജ് ഇടാം. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വാങ്ങിയെന്നെങ്കിലും കാണിച്ചു തരാം. നല്ല സാധനം അഫോർഡബിൾ റേറ്റിൽ കിട്ടാണെങ്കിലേ ഞാൻ മേടിക്കുന്നുള്ളൂ. കുറേ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. നാട്ടിൽ തന്നെ കിട്ടുന്നതിന് പിന്നെ വീടിനെ മേടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ once again, welcome back to my YouTube video. ഞങ്ങൾ ഫസ്റ്റ് വന്നത് പ്ലാസ ജോ യാർഡ് ഷോപ്പിംഗ് മോളിലാണ്. ഇത് ആക്ച്വലി ഫുള്ള് ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ മാത്രമുള്ള ഷോപ്പാണ്. ഇതാ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. എല്ലാ ലേറ്റസ്റ്റ് സംഗതികളും ഇവിടെ ഉണ്ട്. ക്യാമറ 360 ലേറ്റസ്റ്റ് വേർഷൻ, അത് ഇത് ലെൻസ്, അങ്ങനെ സകലതും ഇവിടെ ഉണ്ട്. നമുക്ക് ആരൊക്കെ അറിയാം. ഞങ്ങൾ ജസ്റ്റ്
താഴെ ക്യാമറേൻ്റെ സെക്ഷനിൽ വെറുതെ ക്യാമറ 360 ഒക്കെ വെറുതെ നോക്കി നല്ല ലേറ്റസ്റ്റ് സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ വേറൊരു കാണിച്ചു തരാം. പലതരം റിംഗ് ലൈറ്റുകൾ കാണിച്ചു. ഇതാണ് പക്ഷെ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ടെക്നോളജീസൊക്കെ കാണാൻ നമ്മുടെ നാട്ടിലെത്താത്ത കുറേ സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്. ആക്സസറീസ് അത് ഇത് ഇങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കണ്ടും പരിചയപ്പെട്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു തമിഴ്നാട്ടിലത്തെ ഒരു ആളായിരുന്നു, ഒരു അണ്ണനായിരുന്നു നമ്മൾ ഇന്ന് ബുക്ക് ചെയ്ത ഗ്രാബ് ഡ്രൈവർ. അപ്പോൾ ആള് ഞാൻ ആദ്യം ഇങ്ങനെ സാധാ മ്യൂസിക് ഇട്ട് പെട്ടെന്ന് എൻ്റെ തമിഴ് പാട്ട് കേൾക്കുന്നു. അപ്പോൾ മനസ്സിലായി ഓക്കെ. പിന്നെ ഞാൻ ഫ്രണ്ടിൽ ഗണപതിയുടെ ഇത് വെക്കും, ഈ കാറിൻ്റെ ഫ്രണ്ടിൽ ഇത് വെക്കൂലേ, ഇത് ഗണപതിയുടെ സംഭവമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ തമിഴ്നാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീടില്ലവർക്കായിരിക്കുമല്ലോ കുറച്ചും കൂടി അറിയാം അവിടുത്തെ കാര്യങ്ങൾ. ഞാൻ ചോദിച്ചു എവിടെയാണ് നല്ലത്. അപ്പോൾ അവർ നമുക്ക് ഷോപ്പിങ്ങിനുള്ള വേറൊരു സ്ഥലം പറഞ്ഞു. ഇപ്പോൾ ഡ്രസ്സൊക്കെ ഷോപ്പിംഗ് അഫോർഡബിൾ റേറ്റിന് നല്ല സാധനം കിട്ടുന്ന ഷോപ്പൊക്കെ പറഞ്ഞു, സ്ഥലമൊക്കെ പറഞ്ഞു തന്നു. പിന്നെ പോകാൻ പറ്റിയ ഇവിടെ ഏത് ടൈമിലാണ് ബെസ്റ്റ് പോകുന്നത്. നമുക്കിപ്പോൾ സ്ഥലം അറിയാമെങ്കിൽ അവിടെ പോകാനുള്ളൊരു ബെസ്റ്റ് ടൈം എന്നൊക്കെ വീടില്ലവർക്കല്ലേ അറിയുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും നിന്ന് കയറിയിട്ട് നെക്സ്റ്റ് നമ്മൾ അങ്ങോട്ടേക്ക് പോകും. പിന്നെ അവിടെ കാണിച്ചു തരാം. നെക്സ്റ്റ് ഞങ്ങൾ വന്നത് ഈ ഒരു ഷോപ്പിലേക്കാണ്. ഈ ഷോപ്പിന്റെ പേര് FOS എന്നാണ്. ഇതൊരു ക്ലോത്തിങ് സ്റ്റോർ. നമ്മളെ നാട്ടിലെ മാക്സ് ട്രെൻഡ്സ് എല്ലാം ഇല്ലേ, അതുപോലെ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല ഡ്രസ്സ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. പക്ഷെ ഇവിടുത്തെ ഡ്രസ്സിന്റെ ക്വാളിറ്റി വെച്ചാൽ ഭയങ്കര നല്ല ക്വാളിറ്റി. അടുത്ത ഒരു പ്രൈസിനെ വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി. അപ്പം നമ്മിങ്ങനെ ആലോചിക്കായിരുന്നു ഏതൊക്കെ കളേഴ്സ് എടുക്കണം. പിന്നെ നമ്മൾ പ്ലെയിൻ ടീഷർട്ട് തന്നെയാണ് മെയിനായിട്ട് നോക്കിയത്. ഇത് കളർ അടിക്കുമോ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഇത് കുറച്ച് കളർ അടിക്കുമോ, ലൈറ്റ് കളറല്ലേ. അപ്പം എന്തായാലും നമുക്ക് ഫുള്ള് ട്രയൽ ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറി. പിങ്ക് ഡ്രസ്സ് ടോപ്പ് ഒഴിവാക്കി. അത് കളറ് നമ്മൾ പുറത്തേക്ക് വന്നിട്ടാകുമ്പോൾ ആ കളർ അത്ര ഭൂമിയില്ല. നമ്മൾ ഷോപ്പ് അതിൻ്റെ റൂമിൽ നിന്ന് കണ്ട അത്ര ഒരു ഭംഗി പുറത്തുനിന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് കൊട്ടക്കണക്കിന് സാധനം കൂടി എടുത്തിട്ടുണ്ട്. ഇതാണ് എടുത്ത ഷോപ്പിംഗ് ബാഗ്, ചാക്കാണ് എടുത്ത ഷോപ്പിംഗ് ബാഗ്. അപ്പോൾ അതാണ് മിനിറ്റ് ഇടയിലോൻ എന്നെ വിളിച്ച് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കാര്യങ്ങളുടെ കിടപ്പ്. പക്ഷെ എനിക്കെപ്പോഴും തോന്നിയിട്ടില്ല എന്നെക്കാട്ടും കൂടുതൽ ഷോപ്പിങ്ങിന് ടൈം എടുക്കുന്ന ഈ ചെക്കനാണ്. അവന് എപ്പെങ്കിലേ ഷോപ്പ് ചെയ്യും, പക്ഷെ ചെയ്യുമ്പോൾ അങ്ങ് വിസ്തരിച്ച് അങ്ങനെ ചെയ്യും. കളർ നോക്കി അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ച് അങ്ങനെയല്ലേ ചെയ്യും. പക്ഷെ ഞാൻ ഇടക്കിടക്കേ ചെയ്യും. ചിലപ്പോൾ ഞാൻ ട്രയലൊന്നും നോക്കൂല, എൻ്റെ ഒരു ഗട്ട്സ് വെച്ച് ഞാനങ്ങ് പഠിച്ചിട്ട് വരും. ചില സമയത്ത് ഞാൻ ട്രയൽ നോക്കും. പക്ഷെ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒന്ന് വാങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും ചിലപ്പോൾ അപ്പുറത്ത് ഇതിനേക്കാൾ നല്ലതുണ്ടെങ്കിലോ. അങ്ങനെ ഫുൾ എല്ലായിടത്തും ഒന്ന് നോക്കിയിട്ട് പിന്നെ ഞാൻ തിരിച്ചു വരും. അതുകൊണ്ട് എൻ്റെ കൂടെ ഷോപ്പിംഗ് വരുന്നവർക്ക് നടന്ന് മടുക്കും. ഞാനൊരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് പോയിട്ട് 5 മണിക്കൂറാണ് ഞാൻ ഫീനിക്സ് മോളിൽ നടന്നത്. ഓളെ ചെക്കനോട് പറയുന്നത് കുക്കുനൊക്കെ വന്നാൽ നടന്നൊരു പരിവാവും. എനിക്കതാ എനിക്കിപ്പോൾ ആദ്യം അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടു നല്ല ക്വാളിറ്റിൻ്റെ ഇഷ്ടപ്പെട്ടു മേടിച്ചു. പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് വാങ്ങി, പക്ഷെ ഇതിനേക്കാളും നല്ലത് ചിലപ്പോൾ അപ്പുറത്തുണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആദ്യമേ പോകും. തപ്പിയാണ് ഞാൻ വാങ്ങുക. ചിലപ്പോൾ ഇതെല്ലാം വാങ്ങിയിട്ട് തിരിച്ച് ആ ഫസ്റ്റ് ഷോപ്പിൽ തന്നെ വരും, അവിടെ ഒന്നും രസമില്ലാന്ന് വെച്ച്. അങ്ങനെ ഒരു സ്വഭാവമാണ് എൻ്റെ ഷോപ്പിങ്ങിനുള്ളത്. എന്തായാലും ഓന് ഇഷ്ടപ്പെട്ട 2-3 എടുത്ത്. അപ്പോൾ ഒരേ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് എടുക്കാനായിരുന്നു. കിട്ടിയിലും ക്വാളിറ്റിയാണ്, കിട്ടിയില്ലെന്ന് വെച്ചാൽ കിട്ടിയിലും ക്വാളിറ്റിയാണ്. ഗേൾസിന് എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് അറിയില്ല, ഞാൻ ഒന്ന് പോയി നോക്കണം. പിന്നെ ഗേൾസിൻ്റെ വെച്ചാൽ ഇവിടുത്തെ സ്റ്റൈല് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ അടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. എന്തേ ഇത് ഒഴിവാക്കിയാ? ഈ പാന്റിന് 1400 രൂപ. ഇതൊരു കാർഗോ ജീൻസ് അങ്ങനത്തെ ഒരു സെറ്റപ്പ്. പക്ഷെ നാട്ടിൽ കിട്ടുന്നോണ്ട് ഇടുന്ന് വാങ്ങൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഒരു സെയിം ടീഷർട്ട് തന്നെ, അതിന്റെ കളർ ചേഞ്ച് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് വാങ്ങുന്നത്. ഇങ്ങനെ ഞങ്ങൾ FOS ഇറങ്ങി ഒരു കൊട്ടക്കണക്കിന് സാധനം വാങ്ങിയിട്ടാണ് ഇറങ്ങിയത്. ഞാനൊന്നും മേടിച്ചിട്ടില്ല. എനിക്ക് കുറച്ച് ഓവർ പ്രൈസിനല്ല, ആ പ്രൈസിന് നാട്ടിൽ സെയിം ടൈപ്പ് സാധനം കിട്ടുന്നുള്ളൊരു തോന്നൽ വന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് 2-3 സ്ഥലത്ത് കയറാൻ വാങ്ങാൻ തോന്നുന്നത്. അപ്പൊ ഇനി നമ്മൾ അടുത്ത നമ്മളെ ക്യാബ് ഡ്രൈവർ അണ്ണൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനാണ് വിചാരിക്കുന്നത്.
അവിടെ എനിക്ക് നല്ലത് കിട്ടുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ നമുക്കിനി നേരെ അങ്ങോട്ട് പോകും. പിന്നെ വേറെ ആറ്റു ഡ്രസ്സ് മാറ്റി അവിടുന്ന് വാങ്ങിയിട്ട് അവിടുന്ന് ഒന്നെടുത്തിട്ട് അല്ല അല്ലേ അല്ലേ നമുക്ക് ഇഷ്ടമായി. എനിക്ക് ആകെ കളർഫുൾ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ നരച്ച ഗ്രേ എനിക്കിഷ്ടമല്ല പേഴ്സണലി. സ്റ്റെപ്പ് കറങ്ങുകയാണ് എനിക്ക് പേഴ്സണലി. അങ്ങനത്തെ നരച്ച ഗ്രേ ആ കളേഴ്സ് ഒന്നും ഇഷ്ടമല്ല. നല്ല ബ്രൈറ്റ് കളർഫുൾ പോലത്തെ കളർഫുൾ ഡ്രസ്സുകളാണ് എൻ്റെ ചോയ്സ്. അപ്പൊ ഇനി നമ്മള് ഞാൻ പറഞ്ഞത് സോഗോ എന്ന സ്ഥലം പറഞ്ഞത് അടുത്തേക്ക് നേരെ പോവാണ്. സോഗോ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു നമ്മുടെ ടാക്സി അണ്ണൻ പറഞ്ഞ സ്ഥലം. അപ്പൊ ഞങ്ങൾ പാടെത്തി. ഇവിടെയെങ്കിലും എനിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊരു വലിയ കോംപ്ലക്സ്. ഞാൻ വിചാരിച്ച കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിംഗ് പോലത്തെ സംഭവമായിരിക്കും, പക്ഷെ ഇത് അങ്ങനത്തെ അല്ല. ഇത് നല്ല ഷോപ്പിംഗ് മോൾ തന്നെയാണ്. അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന പറയുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് പോയി നോക്കട്ടെ. അത് ക്രിസ്മസ് തീമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ കോസ്മെറ്റിക്സ് എന്തെങ്കിലും ലിപ്സ്റ്റിക് വാങ്ങിയാലോ. ഷെയ്ഡുണ്ട്, ഇതുണ്ട്. ആ മോളിൽ ഡ്രസ്സും കാണുന്നുണ്ട്. ഐ തിങ്ക് ദിസ് ഈസ് മൈ പ്ലേസ്. അപ്പം ഞാൻ അകത്തേക്ക് പോയി നോക്കട്ടെ. ഇവിടെ കയറിയപാട് ഞങ്ങൾ രണ്ട് വഴിക്ക് പോയി. അല്ലെങ്കിൽ ഒന്നിച്ച് വന്നാൽ ഷോപ്പിംഗ് ഒന്നും ഇപ്പം തീരൂല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗേൾസ് സെക്ഷനിൽ പോയി, ബോയ്സ് സെക്ഷനിൽ പോയി. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല വിശപ്പ് തുടങ്ങി. നേരെ ഫുഡ് കോർട്ടിലേക്ക് വിട്ടു. ഗൈസ്, എൻ്റെ പേരിൽ ഒരു ഷോപ്പുണ്ട് ഇവിടെ, നാസി കുക്കൂസ്. ഇതൊക്കെ കണ്ടിട്ട് കരിമീൻ കുറേ മീൻ ഐറ്റംസ്. ഓർഡർ ചെയ്ത ഫുഡ് ഒന്ന് നാസി കമോക്ക് ഓർഡർ ചെയ്തതിന്, അത് നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തു. ഈശ്വര ശ്രീ എന്ന് ഓർഡർ ചെയ്തു. പിന്നെ എൻ്റെ സ്വന്തം ഷോപ്പിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തത്, അതാണ് ഇത് നാസി കരാബ്. ഈ രണ്ട് സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ പോയി സീറ്റ് പിടിക്കട്ടെ, നല്ല തിരക്കുണ്ട്. സീറ്റൊക്കെ പിടിച്ചിട്ട് ഇരിക്കാം. അച്ഛ പോയി മേടിച്ചിട്ട് വരും. രണ്ട് ഫുഡ് എടുത്ത് ഓതൻറ്റിക് ഫുഡാണ്. അതിന് ഫസ്റ്റ് പറഞ്ഞ സാധനം നമ്മളെ മലേഷ്യയിലെ നാഷണൽ ഫുഡ് എന്നൊക്കെയാണ് പറയുന്നത്. കഴിക്കാൻ പറ്റിയാൽ അതേ രണ്ടും കുറേ എന്തൊക്കെയോ ഐറ്റംസ് ഇങ്ങനെ. പിന്നെ വെള്ളം, ഇന്നത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സും വാങ്ങണം. എന്നിട്ട് ഡ്രസ്സൊന്നും വീട്ടിലിരിക്കാം. ഇനി എൻ്റെ ഏക പ്രതീക്ഷ ചൈന മാർക്കറ്റ്, പിന്നെ സെൻട്രൽ പാർക്ക് മാർക്കറ്റാണ്. സെൻട്രൽ മാർക്കറ്റാണ്. നമ്മൾ രണ്ട് മാർക്കറ്റാണ് ഇത് ബാക്കിയുണ്ട്. അയാമേ മാർക്കറ്റിൽ ആദ്യം കൂടി നോക്കാം. പിന്നെ പ്ലാൻ ചെയ്യാണ്ട് വരുന്നത് കുഴപ്പമാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒന്നും പ്ലാൻ ചെയ്യാണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇപ്പോൾ കംബോഡിയയിലാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഇന്ന ദിവസം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു ഐഡിയ ഉണ്ടായി. നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ സ്വയം വെറുതെ ഒരു ഐഡിയ അറിയാം. പക്ഷേ മലേഷ്യയിൽ ഞാൻ ഒന്നും നോക്കാണ്ടാവുന്നത്. എന്നോട് നോക്കാൻ പറ്റില്ല, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ വിചാരിച്ചു നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെ എല്ലാം ഉണ്ടല്ലോ, എല്ലാം റൂമിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് കൊണ്ട് പിന്നെ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് റൂമിലെത്തിയിട്ടായാലും അവിടെ പോകും ഇവിടെ പോകും അങ്ങനെ പ്ലാൻ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നൊരു മൊത്തത്തിലൊരു വെപ്രാളം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്ത് ചെയ്യേണ്ടതിന് അടുത്ത് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. എൻ്റെ ഒരു വെപ്രാളമുള്ള പോലെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ശരിയായിട്ട് ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റായിട്ടാകുമ്പോൾ ശരിയാവുമായിരിക്കും. എന്തായാലും ഫുഡിന് വെയിറ്റ് ചെയ്യാണ്. കിട്ടുമോ? ഒരു സാധനം വന്നിട്ടാ, ഒരു ഐറ്റം വന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത ഐറ്റം വന്നതല്ലേ, നാസി ഹൗമോ അത് വന്നു. എൻ്റെ ഡിഷ് കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടിട്ട് ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു. ബാക്കി നമുക്ക് നോക്കാം. അച്ഛൻ്റെ ഡ്രസ് ഫുഡ് കൊണ്ടുവന്നു ഞാൻ കാണിച്ചു തരാം. ഇതാണ് അച്ഛൻ ഓർഡർ ചെയ്തത്. എന്താണ് എൻ്റെ പേര്? ഇതിൻ്റെ റൈസ് നോക്കിയാൽ വേറെ കളറാണ്, ഒരു നീല കളർ റൈസ്. നല്ല ലഞ്ചായിരുന്നു, അടിപൊളി ഫുഡ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല യമ്മി ഫുഡായിരുന്നു. അപ്പോൾ വയറൊക്കെ നിറച്ച് ഞങ്ങൾ വീണ്ടും ഷോപ്പിങ്ങിനായിരുന്നു. ആസ് യൂഷ്വൽ അച്ഛൻ കുറേ സാധനം വാങ്ങി. ഞാൻ പിന്നെ ഇടയ്ക്ക് വ്ളോഗ് ചെയ്യാൻ എന്താ വെച്ചാൽ എനിക്ക് ഷോപ്പിങ്ങിൽ നിന്ന് എൻ്റെ കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഫോണ് വ്ളോഗ് ചെയ്തിട്ടില്ല.
പിന്നെ ഞാൻ പക്ഷെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ഇവിടുത്തെ എല്ലാ ടോപ്സിനൊക്കെ ഭയങ്കര നീളമാണ്. ഞാൻ ക്രോപ്പ് ടോപ്പ് നോക്കുന്നതായിരുന്നു, പക്ഷെ കിട്ടിയില്ല. പക്ഷെ ഞങ്ങളൊരു സാധനം വാങ്ങി, ഞങ്ങൾ പെട്ടി വാങ്ങി. ഇതാണ് ഞങ്ങൾ വാങ്ങിയ ബാഗ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഇതിന് വെയിറ്റ് ചെയ്യുക, ക്യാബിന് വെയിറ്റ് ചെയ്യാണ്. നല്ലില്ലേ, ഇഡ്ലോസ്കി കളറല്ലേ. നമ്മൾ ചെക്കിൻ ബെൽറ്റിൽ നിന്ന് വരുമ്പോൾ നമ്മളെ ബാഗ് മാത്രം ഇങ്ങനെ കാണും. ഇവിടെ ഒരാള് ഗ്രാബ് ബുക്ക് ചെയ്യാം. അച്ഛോ, ഹൗ വാസ് ദ ഷോപ്പിംഗ്? ബാഗ് നിറഞ്ഞ് കവിയാണ് ഗൈസ്, അത്രയും വാങ്ങിയിട്ടുണ്ട്. ആ സന്തോഷം നോക്ക്. ക്ഷീണം ക്ഷീണം, ഷോപ്പ് ചെയ്ത് ക്ഷീണിച്ചു. പിന്നെ നമ്മളെ കുഞ്ഞുമോനൊരു ടോപ്പ് ഡ്രസ്സും കൂടി കിട്ടി. എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. ഞാനിനി വല്ല ചൈന ടൗണോ അല്ലെങ്കിൽ വല്ല സെൻട്രൽ മാർക്കറ്റ് അവിടെ പോകണം. പക്ഷെ ഇപ്പം സമയം 4 മണിയായി. നമ്മൾ ഇന്ന് ട്വിൻ ടവറിലൊക്കെ കയറണം എന്ന് വിചാരിച്ചിന്. എന്താവും എന്തോ. പോരാത്തതിന് ഒരു മഴ കഴിഞ്ഞ ലക്ഷണവും കാണുന്നുണ്ട്. ഫുള്ള് വെള്ളമുണ്ട് റോഡിലെല്ലാം. ഞങ്ങൾ ഫുള്ള് അകത്തായിരുന്നല്ലോ, അതുകൊണ്ട് അറിഞ്ഞിട്ടില്ല. അപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഇപ്പം തൽക്കാലം റൂമിലേക്ക് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി റൂമിലെത്തിയിട്ടുണ്ട്.